ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും രാവിലെ ചൂടി ചായ കുടിച്ചോ? അപ്പോൾ നമുക്ക് അറിവിൻ്റെ ഒരു ചായ രാവിലെ കുടിക്കാം. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ഭാഗം ഏതാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ഭാഗം ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ മാൻഡിൽ. മാൻഡിലാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നിഫെ എന്നറിയപ്പെടുന്നത് മാൻഡിൽ അല്ല, നമുക്കത് വേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ ഭൂവൽക്കം അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ കാമ്പാണ്. വൻകര ഭൂവൽക്കവും അല്ല. അപ്പോ നിഫെ എന്നറിയപ്പെടുന്നത് കാമ്പ് എന്ന് പറയുന്ന ഭൂമിയുടെ ഏറ്റവും കേന്ദ്ര ഭാഗത്തെ ഒരു ഭാഗത്തെയാണ്, അല്ലെങ്കിൽ ആ കാമ്പിലുള്ള ചില ധാതുക്കൾ അടങ്ങുന്ന മേഖല, അതിനെയാണ് നമ്മൾ നിഫെ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണെന്ന് ഒന്ന് കാണാം. ഇവിടെ ഭൂമി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും കൊണ്ടേ തീരും. അപ്പോൾ നമുക്ക് ഭൂമിയെക്കുറിച്ച് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. നിഫെ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. എന്താണ് നിഫെ എന്ന്? അതായത് ഈ കാമ്പില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ നിക്കലും ഫെറസുമാണ്. എന്തൊക്കെയാ? നിക്കല്, ഫെറസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അല്ലെ? നിക്കലും ഇരുമ്പും ഒന്നും പറയാം. അപ്പോ കാമ്പില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ നിക്കലും ഫെറസുമാണ്. അതുകൊണ്ട് കാമ്പിനെ നമുക്ക് എന്ത് എന്ന് വിളിക്കാം? നിഫെ എന്ന് വിളിക്കാം. ഇനി നോക്കാം. ഭൂമിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. ഭൂമി നമുക്കറിയാം, വലിപ്പത്തില് ഭൂമിക്ക് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് 5ാം സ്ഥാനമാണുള്ളത്. വലിപ്പത്തില് ഭൂമിക്ക് 5ാമത്തെ സ്ഥാനമാണുള്ളത്. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമിക്ക് സാന്ദ്രത കൂടുതലാണ് അല്ലെ? വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ്, സാന്ദ്രത കൂടുതലാണ്. ഭൂമിയുടെ ആകൃതി കറക്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ടല്ല ഭൂമി ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആകൃതിയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. ഏതാണ്ട് ഒരു മുട്ടയുടെ ആകൃതി എന്ന് നമുക്ക് പറയാം ഭൂമി. അപ്പോൾ വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ്, സാന്ദ്രത കൂടുതലാണ്, ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. നമ്മുടെ ഈ ഭൂമി ഇതുവരെ നമ്മൾ കുഴിച്ചത്, ഭൂമിയിൽ ഇതുവരെ മനുഷ്യൻ കുഴിച്ചത് കേവലം 12 കിലോമീറ്ററാണ്. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും, ഇതുവരെ മാക്സിമം നമ്മൾ 12 കിലോമീറ്റർ മാത്രമേ ഭൂമിയിൽ കുഴിച്ചിട്ടുള്ളൂ എന്ന്. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് അത്രയേ കുഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഭൂമിയുടെ ഉള്ളിലോട്ട് പോകും തോറും താപം കൂടുന്നു, മർദ്ദം കൂടുന്നു. നിരവധി ഗ്യാസുകള്, വാതകങ്ങൾ ഭൂമിയുടെ ഉള്ളറയിലുണ്ട്. അപ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. ഇതുവരെ നമ്മൾ മാക്സിമം കുഴിച്ചത് കേവലം 12 കിലോമീറ്റർ ആണ്. ആ 12 കിലോമീറ്റർ നമ്മൾ ഇതുവരെ കുഴിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ, ആർട്ടിക് പ്രദേശത്ത് റഷ്യക്കടുത്ത് കോല എന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ് സ്ഥലത്തിന്റെ പേര്? കോല. അപ്പോ റഷ്യക്കടുത്ത് കോല എന്ന സ്ഥലത്താണ് ഇതുവരെ മനുഷ്യൻ ഭൂമിയിൽ മാക്സിമം 12 കിലോമീറ്റർ കുഴിച്ചിട്ടുള്ളൂ. ഒരു വാർത്തയൊക്കെ ഇപ്പോൾ വന്നിരുന്നു, 12 കിലോമീറ്ററിലധികം ചൈന കുഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം വാസ്തവമാണെന്ന് പറയാൻ കഴിയില്ല. പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്തായാലും ഇതുവരെ നമ്മൾ മാക്സിമം കുഴിച്ചത് 12 കിലോമീറ്റർ ആണ്. സ്പേസിൽ നമ്മൾ എവിടെയൊക്കെ പോയെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനില് അല്ലെ, പിന്നെ ബഹിരാകാശ സഞ്ചാരികൾ എത്രയോ
ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ് പോയത്. പക്ഷെ നോക്കൂ, നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ ഇതുവരെ നമുക്ക് കുഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 12 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപം എത്ര? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപം എന്ന് പറയുന്നത്. ഇരുമ്പിന് ഉരുകാൻ എത്ര മതിയെന്നറിയാമോ താപം? 1538 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ ഒരു ഇരുമ്പിന്റെ ഒരു പീസ് നമുക്ക് ഉരുക്കിയെടുക്കണമെങ്കിൽ 1538 ഡിഗ്രി സെൽഷ്യസ് മതി. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് മതി. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപം ടെമ്പറേച്ചർ 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇരുമ്പിന് ഉരുകാൻ കേവലം 1538 ഡിഗ്രി സെൽഷ്യസ് മതി എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിയെടുക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഒരു SCRT ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിലെ ശരാശരി താപനില എത്ര എന്നാണ്. ഭൂമിയിലെ ശരാശരി താപനില എത്ര? അതൊന്ന് നോട്ട് ചെയ്തോളണേ. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ശരാശരി താപനിലയായിട്ട് പരിഗണിക്കുന്നത്. ഭൂമിയുടെ ശരാശരി താപനില 14 ഡിഗ്രി സെൽഷ്യസ്. ഈ 5000 നമ്മൾ പറഞ്ഞ എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ആവറേജ് ഭൂമിയുടെ ടെമ്പറേച്ചർ എത്ര ചോദിച്ചാൽ അത് എത്രയേ ഉള്ളൂ? 14 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഭൂമിയുടെ താപം എന്ന് പറയുന്നത്, ആവറേജ് താപം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കോംപ്ലക്സ് ആയ ഈ ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ആകെ ലഭിച്ച സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോഴ്സ് ഇതാണ്. അതായത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ലാവ പരന്നൊഴുകാറുണ്ട്. ആ ലാവ തണുക്കുമ്പോൾ ആ ലാവയിൽ ചില ഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ചില വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു. വിവിധ ഇനം ഖനികളിൽ ഗവേഷണം നടത്താറുണ്ട്. അങ്ങനെ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂകമ്പ തരംഗങ്ങളിൽ ഗവേഷണം നടത്തി ചില വിവരങ്ങൾ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ പരിമിതമായ അറിവ് മാത്രമാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി പറയുന്നത് ഭൂമിയുടെ അളവെടുക്കല്, അതിനെക്കുറിച്ചുള്ള പ്രതിപാദനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു പേരുണ്ട്. ഭൂമിയുടെ അളവെടുക്കൽ, അതിൻ്റെ പ്രതിപാദനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേര് ജിയോഡസി. ഇത് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേരെന്താണ്? ജിയോഡസി. അപ്പൊ ജിയോഡസി എന്താ? ഭൂമിയുടെ അളവെടുക്കല്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കല്, ഇക്കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് പറയുന്ന പേര്, ആ ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ജിയോഡസി. ഇതുപോലത്തെ ഒരു വേർഡും കൂടെ ഉണ്ട്. വിവിധ ഭൂരൂപങ്ങളെക്കുറിച്ചും അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും പഠിക്കുന്നതിന് പറയുന്ന പേര് ജിയോമോർഫോളജി. ഇതും ഈ അടുത്ത കാലത്ത് ചോദിച്ചു. ജിയോമോർഫോളജി. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? രണ്ട് കാര്യങ്ങൾ, ജിയോഡസിയും ജിയോമോർഫോളജി. എന്താണ് ജിയോഡസി എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ അളവെടുക്കൽ, അതിന്റെ പ്രതിപാദനം കുറിച്ച് പഠിക്കുന്നതിന് ജിയോഡസി. അപ്പൊ എന്താ ജിയോമോർഫോളജി എന്ന് പറഞ്ഞാൽ? വിവിധ ഭൂരൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും പിന്നെ അവയുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്നതിനും പറയുന്ന പേരാണ് ജിയോമോർഫോളജി എന്ന് പറയുന്നത്. ജിയോമോർഫോളജി. അപ്പൊ ജിയോഡസിയായി, ജിയോമോർഫോളജിയായി. SCRTയിലെ ഒരു ഡാറ്റയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേരെന്താണ്? ഒന്നുകൂടെ അത് അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തിട്ടേക്കണേ. എന്താ ചോദ്യം? എന്താണ്? എൻ്റെ നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേര് അറിയാമെന്നുള്ളൊരു കമന്റ് ചെയ്തിരിക്കും അല്ലെ? ഞാൻ ആൻസർ പറയുകയാണ്. അതിന്റെ പേര് ഓക്സിബോക്സ് എന്നാണ്. എന്താ? ഓക്സിബോക്സ്. ഇത് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു കിണറ്റില് ഒരു തൊഴിലാളി ഇറങ്ങുന്നു. എല്ലാ കിണറ്റിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചില കിണറുകളിൽ ഇറങ്ങുമ്പോൾ അത് ഉപയോഗശൂന്യമായ കിണറായാലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കിണറായാലും ചില കിണറുകളിൽ തൊഴിലാളി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ
ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാവാറുണ്ട്, അല്ലെ? അതെന്തുകൊണ്ടാണ്? ആ വിഷവാതകങ്ങളിൽ നിന്നും ഉള്ള ഇതാണ്. ചിലപ്പോ അപൂർവം ചില കേസുകൾ മരിക്കാറുണ്ട് തൊഴിലാളികൾ അങ്ങനെ ചില കിടകളിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓക്സി ബോക്സ് ധരിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം എന്താ? ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം. പേര് ഓക്സി ബോക്സ് ആണ്. ജിയോഡസി, ജിയോമോർഫോളജി മറക്കണ്ട. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഞാനിതാ ഭൂമി വരയ്ക്കുകയാണേ. ഭൂമി ഇതാ, ഇത് ഭൂമിയാണ്. ഈ ഭൂമിയെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഭൂമിയെ ഞാൻ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയെ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത ഭാഗം ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇതാ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത ഭാഗമാണ്. ഭൂമിയെ കട്ട് ചെയ്ത ഭാഗം ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഘടന മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ദാ ഇവിടെ ഞാൻ തിരിച്ചു, അടുത്തതാ ഇവിടെ തിരിച്ചു. അപ്പോ 1, 2, 3. അത് ഏതൊക്കെയാണ് അപ്പൊ ഭൂമിയുടെ ഘടനയിൽ നമ്മൾ പറയുന്നത്? ഒന്നാമത്തത് ദാ ആദ്യത്തെ ഈ ഭാഗത്തിന് പറയുന്ന പേര് ഭൂവൽക്കം എന്നാണ്. അറിയാം എല്ലാവർക്കും അല്ലെ? ഭൂവൽക്കം, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയും അല്ലെ? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. നോക്കൂ, ഈ രണ്ടാമത്തെ ഭാഗം ഇതിന് പറയുന്ന പേര് മാൻഡിൽ എന്നാണ്. മാൻഡിൽ, മാൻഡിൽ എന്നാ പറയുന്നത്. അതിന് വേറെ ഇംഗ്ലീഷ് വേർഡില്ല, മാൻഡിൽ എന്ന് തന്നെയാണ്. നോക്കൂ, മൂന്നാമത്തെ ഈ ഭാഗം, ഈ മാൻഡിലിന്റെ താഴെയുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേര് കാമ്പ് എന്നാണ്. കാമ്പ് അല്ലെ? എന്താ പറയുന്ന പേര്? കാമ്പ്. നമ്മുടെ ചോദ്യം തന്നെ അതായിരുന്നല്ലോ, കാമ്പ്. കാമ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ കോർ എന്ന് പറയും. കോർ. അപ്പൊ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്, ഇങ്ങനെ പ്രൈമറി നമുക്ക് ഭൂമിയുടെ ഘടനയെ മൂന്നായിട്ട് തിരിക്കാം. ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഏകദേശം 40 കിലോമീറ്റർ വരെയാണ്. വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് SCERT-യിലെ കാര്യമാണ്. SCERT-ൽ വെച്ച് പറയുകയാണെ. ചിലതിൽ വ്യത്യാസം പറയുന്നുണ്ട്. അപ്പോ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വരെയാണ്. എന്നാൽ മാൻഡിലിന്റെ കനം എത്രയാണെന്ന് ചോദിച്ചാൽ 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിലിന്റെ കനമായി പറയുന്നത്. കനം അല്ലെങ്കിൽ ആഴം. അതായത് 41 കിലോമീറ്ററിൽ നിന്ന് താഴോട്ട്. ഈ 40 കിലോമീറ്റർ എന്ന് പറയുന്നത് എല്ലായിടത്തും 40 ആയിരിക്കണമെന്നില്ല. നിങ്ങൾ താമസിക്കുന്നിടത്ത് ചിലപ്പോൾ 35 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കാം അല്ലെ? കടൽ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും കാണില്ല. എന്നാൽ ഹിമാലയം താഴ്വരയിലൊക്കെ, ഹിമാലയം ഭാഗത്തൊക്കെ ആണെങ്കിൽ 75 കിലോമീറ്റർ വരെ താഴ്ചയുണ്ട്, ആഴമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ട്. എന്നാൽ ഒരു ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ SCERT പറയുന്നത് 40 കിലോമീറ്റർ എന്നാണ്. മാൻഡിലിന്റെ ആഴം 2900 കിലോമീറ്റർ ആണ്. ഇനി കാമ്പിന്റെ ആഴം അഥവാ കനം ചോദിച്ചാൽ 6371 70 പറയുന്നുണ്ട് കേട്ടോ. 6371 കിലോമീറ്റർ ആണ് കാമ്പിന്റെ ആഴമായിട്ട് പറയുന്നത്. ഭൂമിയുടെ ആകെ പിണ്ഡത്തിന്റെ 1% താഴെയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ആകെ പിണ്ഡത്തിന്റെ അല്ലെങ്കിൽ മാസിന്റെ 1% താഴെ മാത്രമേ ഭൂവൽക്കമുള്ളൂ. ഭൂമിയുടെ ആകെ പിണ്ഡത്തിന്റെ ഏതാണ്ട് 67% സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാൻഡിലാണ്. ആകെ പിണ്ഡത്തിന്റെ മാസിന്റെ 67% മാൻഡിലാണ്. ഭൂമിയുടെ ആകെ പിണ്ഡത്തിന്റെ 33% വരുന്നത് കാമ്പാണ്. അപ്പൊ അവിടെ നിങ്ങൾ ചോദിക്കാം, 101% ആയില്ലേ എന്ന് പറഞ്ഞാൽ 1% താഴെയാണ് ഭൂവൽക്കം. അതുകൊണ്ട് അതിനെ കൂട്ടാറില്ല. അപ്പോ 67 33 അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ ആകെ മാസിന്റെ 1%-ലും വളരെ താഴെയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ആകെ മാസിന്റെ 67% മാൻഡില്. ആകെ മാസിന്റെ 33% നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന ഇടം എന്ന് എല്ലാവർക്കും അറിയാം. ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഭൂവൽക്കത്തെ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാ ഭൂവൽക്കത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന്
എഴുതുകയാണ്. ഭൂവൽക്കത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. അത് ഒന്ന് വൻകര ഭൂവൽക്കം എന്നാണ് പറയുന്നത്, വൻകര ഭൂവൽക്കം. രണ്ടാമത്തത് സമുദ്ര ഭൂവൽക്കം എന്ന് പറയും. ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായി തിരിക്കാം, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ഭൂമിയുടെ പുറന്തോടെന്നും ഭൂവൽക്കത്തിന് ഒരു പേര് ഇവിടെ ഉണ്ട്. ഈ വൻകര ഭൂവൽക്കത്തില് കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ സിലിക്കണും അലൂമിനിയവുമാണ്. വൻകര ഭൂവൽക്കത്തില് കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കണും, നമ്മൾ ഐ എന്നെഴുതി, അലൂമിനിയവുമാണ്, അലൂമിനിയം എൽ എന്നെഴുതി. അതുകൊണ്ട് വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരാണ് സിയാൽ. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കണും അലൂമിനിയവും. അതുകൊണ്ട് വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നു. ഇനി സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കണും മഗ്നീഷ്യവുമാണ്. മഗ്നീഷ്യത്തിന് നമ്മളിവിടെ MA എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ MA, കെമിസ്ട്രി അല്ലല്ലോ, ജോഗ്രഫി അല്ലേ. അവിടെ സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കള് സിലിക്കണും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അപ്പൊ സിയാലായി, സിമയായി. ഏതാണ് സിയാൽ എന്ന് പറയുന്നത്? സിയാൽ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കം. എന്താ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കാൻ കാരണം? സിലിക്കണും അലൂമിനിയവും കൂടുതലുള്ളത് കൊണ്ട് സിയാല്. സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേര് സിമ. എന്തുകൊണ്ടാണ് സമുദ്ര ഭൂവൽക്കത്തെ അങ്ങനെ സിമ എന്ന് വിളിക്കുന്നത്? സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കാൻ കാരണം അവിടെ സിലിക്കണും മഗ്നീഷ്യവുമാണ് കൂടുതലുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ടൈം ഇല്ലാത്തതുകൊണ്ട് പറയുകയാണെ, കുറച്ച് ചുരുക്കുകയാണ്. അവിടെ നോക്കിക്കോളൂ, ഞാൻ രണ്ടാമത്തെ ലെയറിലേക്ക് പോവുകയാണ്. മാൻഡിൽ എന്നാണ് ലെയറിന്റെ പേര്, മാൻഡിൽ. രണ്ടാമത്തത് മാൻഡിലാണ്. മാൻഡിലിനെയും നമുക്ക് രണ്ടായി തിരിക്കണം. ഇതാ ഇവിടെ മാൻഡിലിനെയും നമുക്ക് രണ്ടായി തിരിക്കാം. മാൻഡിലിന്റെ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഉപരി മാൻഡിലും അധോ മാൻഡിലും എന്ന് പറയും. എന്താ പറയുന്നത്? ഉപരി മാൻഡിൽ എന്നും പറയും, അധോ മാൻഡിൽ എന്നും പറയും. മാൻഡിലിനെ രണ്ടായി തിരിക്കാം, ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഉപരി മാൻഡിലും അധോ മാൻഡിലും, അതായത് മേൽ മാൻഡിലും കീഴ് മാൻഡിലും എന്നും പറയാം. ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. ഈ ഉപരി മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതായത് മാൻഡിലിന്റെ മേൽഭാഗം കാണപ്പെടുന്നത് ഖരാവസ്ഥയിൽ, നല്ല ഖരാവസ്ഥയിലാണ്. എന്നാൽ ഈ ആന്തര മാൻഡില് അല്ലെങ്കിൽ അധോ മാൻഡില് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ആന്തര മാൻഡിൽ കാണപ്പെടുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരുമാതിരി പേസ്റ്റിന്റെ രൂപത്തില് എന്ന് പറയാം. അതിന് കാരണമുണ്ട്, നമുക്ക് അല്പം കഴിഞ്ഞിട്ട് അത് പറയാം. ഇനി നോക്കൂ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഇതാ പറയുന്നത്, ശ്രദ്ധിച്ചോളണം. ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ് ഈ പാർട്ട്. ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഭൂവൽക്കത്തെ ഇതാ ഇവിടെ രണ്ടായിട്ട് തിരിക്കുന്നു, മാൻഡിലിനെയും രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. നോക്കൂ, ഭൂവൽക്കം മുഴുവനും ഉപരി മാൻഡിലും ചേർന്ന ഭാഗം, ഇതാ ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേര് ഈ അടുത്ത പരീക്ഷയ്ക്കും ചോദിച്ചു. ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. എന്താ പേര്? ലിത്തോസ്ഫിയർ. അപ്പൊ എന്താ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഭൂവൽക്കത്തെയും മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. മാൻഡില് മൊത്തമില്ല, മേൽ മാൻഡില്. ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. ലിത്ത് എന്ന വാക്കിനർത്ഥം ശില. അതുകൊണ്ട് നമുക്ക് ഈ മേഖലയെ മലയാളത്തില് ശിലാമണ്ഡലം എന്നും പറയാം. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭൂമിയുടെ മേഖല എവിടെ വരും? അതായത് ഭൂവൽക്കം മൊത്തത്തിൽ വരും, അല്ലെ? ഭൂവൽക്കം മൊത്തത്തിൽ വരും. പിന്നെ ഏതാ വരുന്നത്? നമ്മുടെ മാൻഡിലിന്റെ മേൽഭാഗവും വരും. അപ്പൊ മാൻഡിലിന്റെ കീഴ്ഭാഗം എന്തായിരിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ ഭാഗം, അല്ലെ? ഈ ഭാഗം മാൻഡിലിന്റെ കീഴ്ഭാഗം വരുന്നത് അർദ്ധദ്രാവകാവസ്ഥ. അവിടെ നല്ല ചൂടായിരിക്കും. ആ മേഖല അർദ്ധദ്രാവകാവസ്ഥയാണ്. അതിന് വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. മാൻഡിലിന്റെ, അതായത് ഉപരി മാൻഡിലിന്റെ അല്ല മാൻഡിലിന്റെ താഴത്തെ ഭാഗം അധോ മാൻഡിലിനെ വിളിക്കുന്ന പേര് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറിന്റെ പ്രത്യേകത എന്നറിയാമോ? അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണമാകുന്ന മാഗ്മ ഭൂമി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അത് മാൻഡിലിന്റെ താഴത്തെ ഭാഗമാണ്.
ക്ലിയർ ആണ്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനമായിട്ടൊക്കെ മാറുന്നത്. അതിന്റെ ആ മാഗ്മ താഴെ ഈ ഭൂമിയുടെ അടിയിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിളിക്കുന്ന പേര് മാഗ്മ. സ്ഫോടനം നടന്ന് ഈ മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ പേര് മാറ്റി ലാവയാക്കി മാറ്റുന്നു. അപ്പൊ മാഗ്മ ഭൂമിക്ക് അടിയിൽ, പുറത്തു വരുമ്പോൾ അത് ലാവയായി മാറുന്നു. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. ഭൂമിയുടെ മൂന്നാമത്തെ ഇത് ഉണ്ടല്ലോ, കാമ്പ്. കാമ്പിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? കാമ്പിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, അതായത് കാമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ്? നിഫെ ആണല്ലോ. നിഫെ, കാമ്പ്. കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിഫയാണ്, അല്ലെ? കാമ്പിനെ വിളിക്കുന്ന നിഫെ എന്നാണ്. എന്താ നിഫെ എന്ന് വിളിക്കാൻ കാരണം? കാമ്പില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ നിക്കലും ഫെറസുമാണ്. അതുകൊണ്ട് കാമ്പിനെ നിഫെ എന്ന് വിളിക്കുന്നു. ഈ കാമ്പിനെയും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഈ കാമ്പിലാണ്. അപ്പൊ കാമ്പിനെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പുറക്കാമ്പ്, അകക്കാമ്പ്. കാമ്പിനെയും രണ്ടായിട്ട് തിരിക്കുന്നു. പുറക്കാമ്പ്, അകക്കാമ്പ്. ഔട്ടർ കോറും ഇന്നർ കോറും. അപ്പൊ ഭൂമിയുടെ ഓരോന്നിനെയും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെ? ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചു. എന്തൊക്കെയായിട്ടാണ് ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. മാൻഡിലിനെയും രണ്ടായി തിരിച്ചു, അധോ മാൻഡിലും ഉപരി മാൻഡിലും, അല്ലെ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കാമ്പിനെയും രണ്ടായിട്ട് തിരിക്കുന്നു, അല്ലെ? ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. ഇതില് ഔട്ടർ കോറ് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ്. ഔട്ടർ കോറ് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ്. പക്ഷേ 5000 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇന്നർ കോറ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. അതൊരു അത്ഭുതമല്ലേ? നോക്കൂ, 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഏത് വസ്തു ഉരുകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭൂമിയുടെ ഈ കേന്ദ്രഭാഗത്ത് 5000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും അവിടെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള അതിശക്തമായ മർദ്ദം കാരണം ഇത്രയും താപമുണ്ടെങ്കിലും പദാർത്ഥങ്ങളെ ഉരുകാൻ അനുവദിക്കുന്നില്ല ഈ മർദ്ദം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് കാമ്പിൽ തന്നെ ഔട്ടർ കോറില്, അല്ലെ, പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ദ്രാവകാവസ്ഥയാണ്. എന്നാൽ 5000 ഡിഗ്രി സെൽഷ്യസ് താപമുള്ള ഈ അകക്കാമ്പില് പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന ഖരാവസ്ഥയിൽ. അവിടെ പദാർത്ഥങ്ങൾ ഉരുകുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അതിശക്തമായ ഭൂമിയുടെ മർദ്ദം കാരണം അവിടുത്തെ പദാർത്ഥങ്ങളെ 5000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും ഉരുകാൻ അനുവദിക്കുന്നില്ല. അതാണ് അതിന്റെ കാരണം. ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ അകക്കാമ്പിനെ ഒരു പേരൂടെ വിളിക്കാം. അതിനെ ബാരിസ്ഫിയർ എന്നും പറയുന്നുണ്ട്. അകക്കാമ്പിന്റെ മറ്റൊരു പേരെന്താണ്? ബാരിസ്ഫിയർ എന്നും അകക്കാമ്പിനെ പറയുന്നുണ്ട്. ബാരിസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 1-2 പോയിന്റ് പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കൊള്ളൂ, ഞാനിതാ ഇവിടെ ഒന്നുകൂടെ നമ്മുടെ ഭൂമിയുടെ ഘടന വരയ്ക്കുകയാണ്. യെസ്, ഇവിടെ നമ്മൾ ഭൂമിയുടെ 2 ഭാഗങ്ങളെയും തമ്മിൽ തിരിക്കുന്ന ഒരു വരമ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആദ്യം ഞാനിതാ ഇത്രയും മാത്രം ഭൂമിയെ 3ആയിട്ട് ഇവിടെ തിരിച്ചല്ലോ, 3ആയിട്ട് തിരിച്ചു, അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, ഇത് 1ാമത്തെ ഭാഗം. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തിരിക്കുന്ന ഒരു വിച്ഛിന്നത ഇവിടെ ഉണ്ട്. വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ ഒരു വരമ്പ്. ഞാനിതാ കട്ടിക്ക് വരച്ച സാധനം കണ്ടോ? ഇത് പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വരയാണ് കേട്ടോ, ഒരു വരമ്പാണ്. ഇതിന് നമ്മൾ വിച്ഛിന്നത എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തിരിക്കുന്ന വിച്ഛിന്നതയുടെ പേര് അഥവാ ഡിസ്കണ്ടിന്യൂറ്റിന്റെ പേരെന്താണ്? ഇത് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻസർ മൊഹോറോവിസിക് വിച്ഛിന്നത എന്നാണ്. എന്താ പേര്? മൊഹോറോവിസിക് വിച്ഛിന്നത. ഞാനിവിടെ മൊഹോ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, മൊഹോ. അപ്പൊ മൊഹോ എന്താണ്? ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തിരിക്കുന്ന വിച്ഛിന്നത. ഇനി അതുപോലെ നോക്കൂ, ഈ മാൻഡിലിനെയും കാമ്പിനെയും തിരിക്കുന്ന ഈ വിച്ഛിന്നതയ്ക്ക് ഒരു പേരുണ്ട്. മാൻഡിലിനെയും കാമ്പിനെയും തിരിക്കുന്ന വിച്ഛിന്നതയ്ക്ക് പറയുന്ന പേരാണ്
ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് വിച്ഛിന്നത ക്ലിയർ ആയി കാണും. ഒന്നുകൂടെ, എന്താണ് മൊഹോറോവിസ്കി വിച്ഛിന്നത? ഭൂവൽക്കവും മാൻഡിലിനെയും തമ്മിൽ തിരിക്കുന്നത്. എന്താണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത? മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ തിരിക്കുന്നത്. ഇനി ഓരോ പാർട്ടിനും ഇടയ്ക്കുള്ള 3 വിച്ഛിന്നതകൾ കൂടെ ഉണ്ട്. അത് കൂടെ ഒന്ന് പറയാം. അപ്പൊ മൊത്തം 5 വിച്ഛിന്നതകൾ നമുക്കുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ആക്കരുത്. ദാ ഇവിടെ ഞാൻ വരച്ചു, ദാ ഇവിടെ വരച്ചു. ഇതും നമ്മൾ പഠിച്ചേ അല്ലെ. ഇത് നമ്മൾ പഠിച്ച എന്താണ്? ഇത് മൊഹോറോവിസ്ക്. ഇത് പഠിച്ച എന്താണ്? ഗുട്ടൻബർഗ്. ഇനി നോക്കൂ, ഭൂവൽക്കത്തെ നമ്മൾ ഇതാ ഇവിടെ രണ്ടായിട്ട് തിരിക്കുന്നു. ഈ വിച്ഛിന്നതയ്ക്ക് ഒരു പേരുണ്ട്. ഇതിന്റെ പേരാണ് കോൺറാഡ് വിച്ഛിന്നത. എന്താ പറയുന്നത്? കോൺറാഡ് വിച്ഛിന്നത. അപ്പൊ എന്താണ് കോൺറാഡ് വിച്ഛിന്നത? ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങളെയും തിരിക്കുന്ന വരമ്പിന് പറയുന്ന പേരാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി. അപ്പൊ ഇവിടെ നോക്കൂ, മാൻഡിലിന്റെ 2 ഭാഗവും തിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഇതിന്റെ പേര് റപ്പറ്റി വിച്ഛിന്നത എന്നാണ്. റപ്പറ്റി വിച്ഛിന്നത. അപ്പൊ ഇവിടെ നോക്കൂ, കാമ്പിനെ 2 എടുത്തിരിക്കുന്ന ഒരു വിച്ഛിന്നത ഇവിടെ ഉണ്ടല്ലോ. കാമ്പിനെ. ഇതിന്റെ പേര് ലേമാൻ വിച്ഛിന്നത എന്നാണ്. എന്താ പേര്? ലേമാൻ വിച്ഛിന്നത. പട്ടായ അല്ലേ? അപ്പൊ നോക്കൂ, 5 വിച്ഛിന്നതകൾ. ശ്രദ്ധിക്കണേ, ഈ വലിയ 2 വിച്ഛിന്നതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ? മൊഹോറോവിസ്കി വിച്ഛിന്നതയും ഗുട്ടൻബർഗും. മൊഹോറോവിസ്കി വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ തിരിക്കുന്നത്. ഇനി ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ തിരിക്കുന്നത്. ഇനി കുഞ്ഞു വിച്ഛിന്നതകൾ 3, അതായത് ഓരോ പാർട്ടിനകത്തെയും 2 തിരിക്കുന്ന വിച്ഛിന്നതകളാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങളെയും തമ്മിൽ തിരിക്കുന്നത്. അപ്പോൾ റപ്പറ്റി വിച്ഛിന്നത മാൻഡിലിന്റെ 2 ഭാഗങ്ങളെയും തിരിക്കുന്നത് അല്ലെ. അടുത്തോ ലേമാൻ വിച്ഛിന്നത കാമ്പിന്റെ 2 ഭാഗങ്ങളെയും തിരിക്കുന്നത്. അങ്ങനെ 2 വലിയ വിച്ഛിന്നതകളും 3 ചെറിയ വിച്ഛിന്നതകൾ ഉൾപ്പെടെ 5 വിച്ഛിന്നതകളുണ്ട്. 5 ഡിസ്കണ്ടിന്യൂവിറ്റീസ് ഉണ്ട്. 5 വരമ്പുകളുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ സംസാരിച്ചുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒത്തിരി പറയേണ്ട കാര്യമാണ്. ഏത്? നമ്മുടെ ഈ ഭൂമിയുടെ ഘടന പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്. ഹാവ് എ ഡേ, നൈസ് ഡേ.